നമസ്കാരം. ജോലി തേടിയും നാട് കാണാനും എല്ലാമായി നിരവധി പേരാണ് ദിവസേന ദുബായിൽ എത്തുന്നത്. പലരും താമസത്തിനായി ബന്ധുക്കളുടെ ഫ്ലാറ്റോ അല്ലെങ്കിൽ വില്ലയോ ഒക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഹോട്ടൽ മുറിയെടുത്ത് താമസിക്കുന്നത് വലിയ ചെലവായതുകൊണ്ടാണ് ബന്ധുക്കളുടെ കൂടെ താമസിക്കാൻ പലരും നിർബന്ധിതരാകുന്നത്. എന്നാൽ മറ്റു ചിലർ വാടക വീടുകളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാസികളുടെ കിടപ്പാടം പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പ്രവാസികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുകയും താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന UAE നഗരങ്ങളിലൊന്ന് ദുബായ് തന്നെയാണ്. മലയാളികളടക്കം പതിനായിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളാണ് ഇവിടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. ആയിരക്കണക്കിന് പേർ നിലവിൽ തൊഴിൽ തേടി ദുബായിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമായിരിക്കും. ഇപ്പോഴിതാ പ്രവാസികൾക്കും പ്രവാസ ജീവിതം ആരംഭിക്കാനിരിക്കുന്നവർക്കും വൻ തിരിച്ചടി നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദുബായിലെ വാടക നിരക്കിൽ വലിയ വർധനവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അടുത്ത വർഷം വാടക നിരക്കിൽ 10% വർധനവാണ് ചൂണ്ടിക്കാട്ടുന്നത്. എമിറേറ്റിലേക്കുള്ള പുതിയ താമസക്കാരുടെ കുത്തൊഴുക്കാണ് ഈ വില വർധനവിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. സമ്പന്നരിൽ നിന്നുള്ള ഡിമാൻഡുകൾ കാരണം ആഡംബര പ്രദേശങ്ങളെയായിരിക്കും ഈ വലിയ വർധനവ് കൂടുതൽ ബാധിക്കുകയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ പ്രധാന നഗരങ്ങളിലെ ഉയർന്ന ഡിമാൻഡ് കാരണം കൂടുതൽ പേരും എമിറേറ്റിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് താമസം മാറാനുള്ള പ്രവണതയുള്ളതിനാൽ ഈ മേഖലകളിലും വില ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ദുബായിൽ ഇങ്ങനെ വില ഉയരുന്നതെന്ന് ചോദിച്ചാൽ, ദുബായിലെ ജനസംഖ്യാ വർധനവാണ് വാടക നിരക്ക് ഉയരുന്നതിലെ പ്രധാന കാരണം. കണക്കുകൾ പരിശോധിച്ചാൽ ദുബായ് ജനസംഖ്യയിൽ വൻ വർധനമുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ വർധനവ് തന്നെയാണ് വാടക നിരക്കിലെ ഈ മാറ്റത്തിന് പ്രധാന കാരണം. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആഴ്ചയിൽ തന്നെ ഒരു പെന്റ് ഹൗസ് അപ്പാർട്ട്മെന്റിന് ചുമത്തിയ വാടക നിരക്ക് 4.4 മില്യൺ ദിർഹമാണ്. ഒരു വില്ല വാടകയ്ക്ക് നൽകിയത് 15.5 മില്യൺ ദിർഹത്തിനും. 2025 വില്ലകളെക്കാളും അപ്പാർട്ട്മെന്റുകൾക്കാർക്കും വാടക നിരക്ക് വർദ്ധിക്കുകയെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ദുബായിലെ ആഡംബര മേഖലയായിരിക്കും ഈ വർധനവ് ഏറ്റവും അധികം ബാധിക്കുന്നത്. ദുബായിലെ ആഡംബര മേഖലകളായ ജുമൈറ ദ്വീപുകൾ, ദുബായ് മറീന തുടങ്ങിയ മേഖലയായിരിക്കും ഈ വാടക നിരക്ക് ഏറ്റവും കൂടുതലും സ്വാധീനിക്കുക. നേരത്തെ തന്നെ എമിറേറ്റിലെ വാടക കരാറുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം UAE പുറപ്പെടുവിച്ചിരുന്നു. ഇതനുസരിച്ച് എമിറേറ്റിലെ വാടക കരാറുകൾ പുറത്തിറങ്ങി 15 ദിവസത്തിനകം അംഗീകരിക്കാൻ ഭൂവുടമകൾ ബാധ്യസ്ഥരാണ്. നിശ്ചിത സമയത്തിനകം ഭൂവുടമ കരാറുകൾ അംഗീകരിച്ചില്ലെങ്കിൽ താമസക്കാർക്ക് കോടതിയെ സമീപിക്കാം. വിഷയത്തിൽ വാടക കരാറുകൾ അംഗീകരിക്കണമെന്ന് ഭൂവുടമയോട് ജഡ്ജിക്ക് ആവശ്യപ്പെടാനും നിയമവ്യവസ്ഥ അനുവദിക്കുന്നുണ്ട്. താമസം, വാണിജ്യം, വ്യവസായം, പ്രൊഫഷണൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വാടകയ്ക്ക് നൽകുന്ന എമിറേറ്റിലെ എല്ലാ കെട്ടിടങ്ങൾക്കും പുതിയ നിയമവ്യവസ്ഥ ബാധകമാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ പ്രവാസികളുടെ പ്രധാന ഇടമാണ് ഗൾഫ് രാജ്യങ്ങൾ. ഉയർന്ന യോഗ്യതയുള്ളവർ മുതൽ തികച്ചും സാധാരണക്കാർ വരെ ഗൾഫിലേക്ക് ജോലി തേടി പോവാറുണ്ട്. ഇന്നും അതിനൊരു മാറ്റവുമില്ല. പുതുവർഷത്തിൽ പലതരത്തിലുള്ള നിയമങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്വദേശീവൽക്കരണമാണ്. ഇപ്പോൾ തന്നെ സ്വദേശീവൽക്കരണത്തിന്റെ പേരിൽ നിരവധി സ്വദേശികൾക്ക് ജോലി ലഭിച്ചിരുന്നു. വരും വർഷങ്ങളിലും സ്വദേശീവൽക്കരണം കടുപ്പിക്കുമെന്നാണ് വിവരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.